എന്നും ഈ ചപ്പാത്തിയും ചോറും അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു വെറൈറ്റിക്ക് കിച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാത്രിക്ക്. അപ്പോൾ കിച്ചടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായില്ലേ, നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുള്ള നമ്മുടെ ഉപ്പുമാവല്ലേ, അത് തന്നെ നമ്മളിവിടെ കിച്ചടി എന്നാട്ടോ പറയാറ്. കിച്ചടിയും അതുപോലെ തന്നെ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് നമ്മുടെ കടുകും ഉഴുന്നും ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു. എന്നിട്ടുണ്ടായിരുന്ന ആകെ ഒരു വെജിറ്റബിൾ പറയാൻ ക്യാരറ്റായിരുന്നു, അതുപോലെ തന്നെ സവാളയും, അതും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറി വന്നതിന് ശേഷം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ റവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവ് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കിച്ചടിയിലേക്ക് നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തു, 2 ചെറിയ ഉള്ളി എടുത്തു, ഇഞ്ചിയുടെ ചെറിയ കഷ്ണം എടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തു. എന്നിട്ട് അത് വറുത്തിട്ടിട്ട് നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കൂടെ ഒരു കട്ടനും. അപ്പോൾ ഒന്നും പറയണ്ട, ഞാൻ കഴിച്ചിട്ട് വരാം. ബൈ.